ഒതന്റിക് മതി. എന്തൊക്കെ പോയാലും നമ്മളാണ് ആക്ച്വലി ഇതിനകത്ത് ലേറ്റസ്റ്റ് എഡീഷൻ നമ്മളാണ് ഏറ്റവും ആദ്യം എത്തി. അതാണ് ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുക. അതാണ് നമ്മള് രാത്രി വന്നു കഴിഞ്ഞാൽ പണിയാണ്. നമുക്ക് ഉറക്കവും പണിയാ ബ്രോ. അത് എക്സാക്ട്ലി അത് തോന്നി, എനിക്കത് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചു നിങ്ങളെ ആ ഒരു ഫ്ലൈറ്റ് ടൈം പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ എത്തിക്കഴിഞ്ഞ് സെറ്റ് ആവും. കിടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സീനില്ല, ഉറങ്ങിയാൽ മതി. പിന്നെ സൗണ്ട് ചെക്കും പരിപാടികളും ഉണ്ടല്ലോ. നമുക്ക് നിയർ ബൈ 2-3 എണ്ണം ഉണ്ട്. ഒന്ന് നടന്നിട്ട് പോണെങ്കിൽ നടന്നു പോവാം, നടന്നു പോവാം, അതാണ് സുഖം. മാത്രമല്ല ഇവർക്കും എളുപ്പമായിരിക്കും അല്ലെ. ഇവര് പിന്നെ തൃശ്ശൂർ റൗണ്ടിന്റെ ആൾക്കാരായതുകൊണ്ട് അല്ലേ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ കം ലെറ്റ്സ് ഗോ. യെസ്, വാക്കുദ് ഫെജോയിലേക്കും സ്വാഗതം. സ്റ്റാർട്ട് ചെയ്യണം എപ്പോഴാ ബ്രോ? പ്രോഗ്രാം നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഒരു 6:30-ക്കാണ്. പിന്നെ ജസ്റ്റ് വാം അപ്പ് സെഷൻ കാര്യങ്ങളായിട്ട് DJs പ്ലേ ചെയ്യുമായിരിക്കും അല്ലേ. അങ്ങനെ പോയി നമുക്ക് കുറച്ച് ലെവലിൽ കയറ്റാം. ബ്രോ, ആർട്ടിസ്റ്റ് ഓർഡറിന്റെ കേസൊക്കെ അഖിലോട്ട് സംസാരിച്ചിട്ടുണ്ടാവും അല്ലേ? കൺഫേം ചെയ്യാൻ ഞങ്ങള് ആദ്യം ഫ്ലൈറ്റ് ടിക്കറ്റ് കൺഫേം ആവട്ടെ, എന്നിട്ട് അതാവുമ്പോ നമുക്ക് ഉറപ്പിക്കാലോ. ഓക്കെ, പരിപാടി സെറ്റ് ആണ്. അത് പ്യൂർ ഹിപ്പ് ഹോപ്പ് ഫെസ്റ്റിവൽ. ദുബായിൽ ആദ്യമായിട്ടാണ് ഇത്രയും മേജർ. ഇവിടെ സാധാരണ എപ്പോഴും നടക്കാറുള്ള സമയത്ത് ഏതെങ്കിലും ഒരു മെയിൻ ആർട്ടിസ്റ്റ് പിന്നെ DJ അങ്ങനെ ആർട്ടിസ്റ്റുകളും ക്യാൻസൽ ചെയ്യാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, നമുക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതിലാണ്. ക്യാൻസൽ ചെയ്യാൻ എളുപ്പമാണ്, നമുക്ക് നടത്തിയെടുക്കാനാണ് പാട്. അത് നമ്മൾ ചെയ്ത് കാണിക്കും. അല്ല, പ്രോപ്പർ ഹിപ്പ് ഹോപ്പ് കൺസേർട്ടാ. കാരണം റാപ്പർ ഉണ്ട്, DJ ഉണ്ട്, ബീറ്റ് ബോക്സർ ഉണ്ട്, പിന്നെ ഗ്രാഫിറ്റി ആർട്ടിസ്റ്റിനെ കൂടി എല്ലാ ഹിപ്പ് ഹോപ്പിന്റെ അത് അങ്ങനെ ഒരു ലൈനപ്പിൽ കറക്റ്റ് കയറി വരികയും ചെയ്തു. തഡ് പോയിട്ട് ആദർശം വന്ന് നന്നായി ബീറ്റ് ബോക്സർ കിട്ടി. ബീറ്റ് ബോക്സ് തഡ് മാറി, അപ്പൊ തന്നെ ബീറ്റ് ബോക്സർ കയറി. അല്ല, അവരും കൂടെ ഉണ്ടായിരുന്ന കുറച്ച്. പിന്നെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാൻ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ല. ഞങ്ങൾക്ക് UK വിസ ഇഷ്യൂ ഉണ്ടായി ബ്രോ. ബട്ട് നമുക്ക് ഈ ദുബായ് ഷോയും കൂടി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഈ പാസ്പോർട്ട് വിത്ത് അവർ സെൽസ് ആ ഒരു പ്ലാൻ എടുത്തിട്ടാണ് ചെയ്തത്. അത് കാനഡക്ക് ഓപ്ഷൻ ഇല്ലേ, അല്ലെങ്കിൽ അവർ കൊടുത്തിട്ടുണ്ടാവില്ല? ഇല്ല, കാനഡയുടെ ഓപ്ഷൻ അപ്പൊ നമ്മള് ട്രൈ ചെയ്തു. കാനഡ നമ്മ കാനഡ പോയി ലിസനാഗി അതിന്റെ സെക്കൻഡ് ഞങ്ങളാണ് ആക്ച്വലി ഈ ഷോ അനൗൺസ് ചെയ്തത്. ലൈക് നമ്മുടെ ഷോ കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രസന്റേഷൻ ഇട്ടു. സോണിയുടെ ഫസ്റ്റ് സോങ് 12th ഇറങ്ങും. അതെ, സോണി മ്യൂസിക്. ഓക്കെ, അടിപൊളി. എത്ര 2-3 ട്രാക്ക് മാർച്ച് വരെയുള്ള ഡീലാണ്. അപ്പൊ കവർ ആർട്ട് മിക്കവാറും ഞാൻ ദുബായിക്ക് പോകുന്നതിന് മുമ്പൊക്കെ തന്നെ അത് ഇറങ്ങും. കണ്ടന്റ് എന്താ പറയണ, എനിക്ക് ഈ ഡോക്യുമെന്ററി ഇറങ്ങുമ്പോഴേക്കും അത് റിലീസ് ആയിട്ടുണ്ടാകാം. 12th നമ്മൾ ഡേറ്റ് അതിന്റെ ബേസിക്കലി ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്താ പറയണ, നമ്മൾ എത്ര സ്ട്രഗിൾസ് ചെയ്താലും ജയിക്കാനുള്ള പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിന്റെ ഒരു തേജസ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അത് ആ തെളിച്ചം കണ്ടുപിടിക്കൂ എന്നുള്ളതാണ് അതിന്റെ തീം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്രോ, ഓൾമോസ്റ്റ് വർക്ക് കഴിഞ്ഞ് ഇനി കവർ ആർട്ട് സബ്മിഷൻ ഉണ്ട്. പിന്നെ അവര് ഡേറ്റ്സ് പറയും, നമുക്ക് ഇന്ന ദിവസം ഇന്ന സാധനം കണ്ടന്റ് പോകണം എന്നുള്ളത്. ആക്ച്വലി ഇപ്പൊ ഒരു തമിഴ് മൂവിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായി ബ്രോ. അതാണ് ലാസ്റ്റ് സോങ്. അതിപ്പോ ഇറങ്ങിയിട്ട് ഒരു 2 ആഴ്ച. എന്താ അത് എനിക്ക് 1 മാസമായി. അത് കാനഡയിൽ ഷൂട്ട് ചെയ്തൊരു വർക്ക്, ഓർമ്മകൾ മരവിച്ചു. അതിപ്പോ തമിഴ്നാട്ടിൽ ഇപ്പൊ കയറി വരുന്നുണ്ട്. അത് മറ്റേ സ്പോട്ടിഫൈ ചാർട്സിൽ ടോപ്പ് 32 കിടപ്പുണ്ട്. അത് ഏത് മൂവിയുടെ? അലങ് എന്നാണ് ആ പടത്തിന്റെ പേര്. അതില് ചെമ്പൻ വിനോദും പിന്നെ ആരാ അപ്പാനി ശരത്തൊക്കെയാണ്. അപ്പൊ അത് അവിടുത്തെ നമ്മളെ മലയാളത്തിൽ തമിഴ് ഗുണ്ടകൾ വന്ന പോലെ തമിഴിലെ മലയാളി ഗുണ്ടകളാണ് ഇവര്. ആ തമിഴ് സോങ്ങിൽ ഇവരുടെ പോഷൻ വരുമ്പോഴാണ് എന്റെ റാപ്പ് വരുന്നത്. സെറ്റ് ചെയ്തേക്കണ ഫുള്ള് ചെന്നൈ മീൻസ് തമിഴ്നാട്ടിൽ തന്നെ, തമിഴ്നാട് മൂഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ഇൻഡിപെൻഡന്റ് സോങ് ഇറങ്ങിയതല്ലാതെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നമ്മൾ പെർഫോം ചെയ്യാത്ത എന്തെങ്കിലും നമ്മളിവിടെ ചെയ്യുന്നുണ്ടോ? ഇവിടെ എന്താ ഇല്ല അല്ല ബ്രോ, ഇതെന്താണെന്നറിയോ, ഞങ്ങള് സെറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുമെങ്കിലും അത് ഓഡിയൻസിന്റെ ഒരു മൂഡിലാണ്. ലൈക്ക് നമ്മൾ കൊടുക്കുന്ന എനർജി തിരിച്ചു കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ റിലീസ് ചെയ്യാൻ എല്ലാ പാട്ടും ചിലപ്പോൾ ഇവിടെ പാടിപ്പോയെന്നിരിക്കും. ആ ഒരു ഏകദേശം അതെ. അല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പറയണത്, ഞങ്ങൾക്ക് ഡ്യൂറേഷൻ എന്തൊക്കെ വന്നാലും 1 മണിക്കൂർ കൂടുതൽ വേണം. കാരണം
ഞങ്ങൾക്ക് ഫുൾ എനർജി കൊടുക്കണം ഓഡിയൻസ്. നാളെ ഒന്ന് ഷോ തുടങ്ങിയാൽ മതി. ദുബായിൽ ഭയങ്കര കുറവാണ്. ദുബായിൽ ഭയങ്കര കുറവാണ്. ദുബായിൽ കൂടുതലും DJ ക്ലബിങ്ങും കാര്യങ്ങളുമാണ്. പിന്നെ അഫ്സലിക്കയുടെ മാപ്പിളപ്പാട്ട് നമ്മളെ 7th പരിപാടി പോലെ അങ്ങനത്തെ ഒരു മൂഡാണ് ദുബായിൽ. ലാസ്റ്റ് ഇറങ്ങിയ 1 month ആയിരുന്നല്ലേ മലയാളം ഇൻഡിപെൻഡൻസ് സോങ്? അതെ ബ്രോ. എവിടെയെങ്കിലും പെർഫോം ചെയ്തിട്ടുണ്ടോ? അത് ആക്ച്വലി ഞങ്ങൾ കാനഡയിൽ പെർഫോം ചെയ്തു, അത് പ്രീമിയർ ചെയ്തു. കാരണം അതിൽ എൻ്റെ കോ ആർട്ടിസ്റ്റ് ആയിട്ട് അതിനകത്ത് ഫീച്ചർ ചെയ്തത് ഡബിൾ ജെ എന്നുള്ള മലയാളി ആർട്ടിസ്റ്റാണ്. ബട്ട് പുള്ളി കാനഡ ബേസ്ഡ് ഇംഗ്ലീഷ് റാപ്പറാണ്. അത് ഞങ്ങളവിടെ അതിൻ്റെ ഫുട്ടേജ് തന്നെയാണ് ആ സോങ്ങിൽ ഉപയോഗിച്ചേക്കണം. ചിലടത്ത് നാട്ടിൽ ഇത്രയും ലൈനപ്പിൽ ഷോ നടന്നിട്ടില്ല എന്നോണം അല്ലേ, ടാപ്സിയും കൂടെ ആഡ് ചെയ്ത്. ഇന്ത്യക്കല്ല ഒച്ച ഫസ്റ്റ് ഉണ്ട്, ബട്ട് അതിലും നമ്മളുണ്ടായില്ല. നമ്മളില്ലെങ്കിൽ പിന്നെ എന്ത് ഹിപ്പ് ഹോപ്പ് ഷോ. ഫസ്റ്റ് ഒച്ച ഫസ്റ്റ് അവിടെ. പക്ഷേ ആക്ച്വലി ഞങ്ങൾ മാത്രമേ ഉള്ളൂ മെയിൻ ആർട്ടിസ്റ്റ്, ഞങ്ങളെ ബ്രോ. പിന്നെ ഇവിടുത്തെ ലോക്കൽ ആർട്ടിസ്റ്റുകളൊക്കെ എന്ന് തോന്നണല്ലേ. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട് സിദ്ദിഖ് റോഷൻ എന്ന് പറഞ്ഞ പുള്ളി ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റ് അല്ല ബ്രോ. പുള്ളി മറ്റേ കോമഡി ഉത്സവം എനിക്ക് കാണിച്ചു കൊടുക്കാൻ നെറ്റില്ലല്ലേ. ലാലിന്റെ സൗണ്ട് ഒക്കെ സിനിമാക്കാരെ ഊക്കിക്കൊണ്ടുള്ള സാധനമുണ്ട്. ലാലിന്റെ കുറെ സാധനമുണ്ട്. പിന്നെ ലാലു അലക്സിന്റെ സിദ്ദിഖ് റോഷൻ എന്നാണ് ആർട്ടിസ്റ്റ്. അടിച്ചു കൊടുക്കുമ്പോൾ പുള്ളിക്ക് മറ്റേ ബ്ലഡ് ഇൻഫെക്ഷൻ ഔട്ടായി പോയി. നേരെ കിടന്ന് മദ്യം ആക്ച്വലി 2 ആഴ്ചയിൽ 3 ഷോ ചെയ്തു, 2 മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്തു 2 ആഴ്ച. കൂത്തരങ്ങളിൽ അവിടെ ഷൂട്ട് ചെയ്തില്ല. അവിടുത്തെ 2 ആഴ്ച. ആക്ച്വലി 2 ആഴ്ചയല്ല, 12 ദിവസത്തിനുള്ളിൽ ഫുള്ള്. അതും കാനഡയിൽ പല സ്ഥലങ്ങളിലാണ്. മീൻസ് ടൊറന്റോയിൽ നിന്ന് 5.5 മണിക്കൂറുണ്ട് വാൻകൂവർ ഫ്ലൈറ്റ്. പുള്ളി ബോധം കെട്ട് കിടക്കണായിരുന്നു ഷോ സമയത്ത്. ഇങ്ങനെ വിളിച്ചിരുന്നു തണുപ്പാണല്ലോ. ഞാൻ മറ്റേ ചൂടെടുത്തിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ പനി എന്റെ ബോഡി ടെമ്പറേച്ചർ ഭയങ്കര ഹൈ. പുള്ളി അതിനകത്ത് നല്ല സുഖം. പുള്ളിന്റെ ഫ്ലൈറ്റിൽ ഇരിക്കില്ലേ ടെമ്പറേച്ചർ. DJ ശേഖർ ഉണ്ടായി ഞങ്ങളുടെ ഒപ്പം. ഡീൻ ജോൺസൺ ഇടക്കിടക്ക് ദുബായിൽ. ഡീൻ ജോൺസൺ നമ്മുടെ D4-ലേക്കുള്ള പുള്ളി ഇടക്കിടക്ക് ദുബായിൽ വന്ന് പോണാണ്. പക്ഷെ ഇത് കുറെ കൊല്ലം മുന്നേ ബ്രോ ആദ്യത്തെ മലയാളി ഷോ അല്ലേ. അത് കഴിഞ്ഞിട്ട് ചിത്ര ചേച്ചി നമ്മളവിടെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു, weekends.sa എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ ഫസ്റ്റ് DJ പ്രോഗ്രാമായിരുന്നു. അത് ഹിപ്പ് ഹോപ്പ് അല്ലായിരുന്നു, മറ്റേ മലയാളി ഷോ ആയിട്ട്. മറ്റേ മലയാളി ഷോ ആയിട്ട്. അതേപോലെ ഖത്തറിൽ ഞങ്ങൾക്ക് ഷോ എനിക്ക് വന്നപ്പോ അവിടെ DJ അലോ ചെയ്യൂല എന്ന് പറയുന്നുണ്ടായി അല്ലേ. ഖത്തറില് ഒന്നും പാടില്ല. ഇപ്പൊ റെഡി ആയിട്ടുണ്ടാവും. അത് വേൾഡ് കപ്പ് ഒക്കെ വരുന്നതിന് മുമ്പേ വേൾഡ് കപ്പ് വരണം. പിന്നെ ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. ഇപ്പൊ റിഷാന്റെ ഫസ്റ്റ് വീഡിയോസ് ഒക്കെ അവിടെ നിന്നല്ലേ ഇറങ്ങുന്നത്. ആള് ഖത്തർ ബേസ്ഡ് ആണല്ലോ. വന്നിട്ടുണ്ട്. നമ്മൾ കൂടുതലും ഞാനും ആദർശം ആദ്യമായിട്ട് വന്നത് തന്നെ ഒരു ക്ലബിലെ പ്രോഗ്രാമിന് വേണ്ടി. അത് 2020 കൊറോണ കഴിഞ്ഞിട്ട് അല്ലേ. ഞാൻ വന്നത് കൊറോണ അല്ല. അത് നമ്മുടെ ആദ്യത്തെ ഷോ അല്ലേ, ദുബായില. നമ്മള് വന്നത് ആശു കൊറോണ കുഞ്ഞ് വന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് തന്നെ കൊറോണ കഴിഞ്ഞിട്ടാ. ജസ്റ്റ് കഴിഞ്ഞപ്പോ തന്നെ ഇവിടെ ഒരു കൊറോണ. എൻ്റെ ഓറഞ്ച് ജ്യൂസ്. ഞാൻ നമ്മുടെ കൂത്തരങ്ങ് പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു. പ്രൊഡക്ഷൻ മീൻസ് വീഡിയോ പ്രൊഡക്ഷൻ. അതിൽ കൂടെത്തുള്ളൊക്കെ ഷൂട്ട് ചെയ്ത നിർമ്മല്, ചാൾസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വേണ്ടി കാനഡയിൽ വന്നു. അപ്പോൾ അവരിവിടെ എത്തി, കാനഡയിലെത്തി 1 കൊല്ലം കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ഷോ ആയിട്ട് അവിടെ എത്തിയപ്പോൾ ആക്ച്വലി അവർ നമുക്ക് എൻ്റെ എല്ലാം സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തു. പിന്നെ ഞാൻ ഇപ്പം എൻ്റെ മ്യൂസിക് പ്രൊഡക്ഷൻ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടുതലാണ്. ഞാൻ ക്രിയേറ്റീവില് ഭയങ്കര ആക്റ്റീവാണ്. എനിക്ക് വേറെ പണികളില്ല, പാട്ട് തന്നെ പണി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ക്രിയേറ്റീവായിട്ട് ഇങ്ങനെ എല്ലാ സൈഡും അറിയാം. അതെ. വീഡിയോഗ്രാഫി നിർമ്മലുണ്ട്, ഗ്രാഫിറ്റി ആണെങ്കിലും. അതെ. പിന്നെ ഞങ്ങൾ ഭയങ്കര മൾട്ടി ടാസ്കിങ് ടീംസാണ്. നീ ആരും അപ്പൊ പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു വീഡിയോ പ്രൊഡക്ഷൻ ബ്രോക്ക് എന്തായാലും അറിയാം ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ നമ്മുടെ മലയാളം മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഇപ്പം സോണി മ്യൂസിക്കൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോഴാണ് ചെയ്യുന്നത്. അവരിപ്പോഴാണ് നമുക്ക് എമൗണ്ട് തന്നു തുടങ്ങിയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഒരു വർഷത്തിൽ 2 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ എന്തായാലും ട്രാക്ക് ഇറക്കണം. പക്ഷെ അത്രയും ബജറ്റ് നമുക്ക് ഇൻഡിപെൻഡൻ്റ്ലി അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മേജറായിട്ടുള്ള ട്രാക്കുകൾ, ലിറിക് വീഡിയോസും വിഷ്വലൈസേഴ്സൊക്കെ ആയിരിക്കും വരുന്നത്. ബട്ട് കൊല്ലത്തിൽ എനിക്ക് തോന്നുന്നു 1-2
വീഡിയോസ് വരും. അവരായിട്ട് എങ്ങനെ കോൺട്രാക്ട് ആണോ സോണി? അല്ല, മെയിൻലി ഇപ്പൊ നമ്മൾ അവിടെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ സെക്കൻഡ് ഫേസിലല്ലേ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെയുള്ള ടീംസ് ആയിരിക്കും മെയിനായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അവർക്ക് അവരുടെ എനിക്ക് തോന്നുന്നു അവരുടെ എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റും പരിപാടികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ ആഡ് ബ്ലെൻഡ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ നോക്കും. തലേ വീഴുവോ? അപ്പൊ ഇത് ക്യാൻസൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞ ഇത് വീടാൻ ഞങ്ങൾ ക്യാൻസൽ ചെയ്യൂല. വീഴില്ല, കാരണം ഇവിടെ ഒരു സപ്പോർട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ അല്ല, ഞങ്ങൾ ആക്ച്വലി ഇതേപോലെ UK ഇവന്റിന്റെ വീഡിയോ ഇതേപോലെ ഞങ്ങൾ എടുത്തിട്ടിരിക്കും. അവരുടെ ടീം വന്നിട്ടുണ്ടായി. അപ്പൊ അവരുടെ വിഷിംഗ് വീഡിയോസും പിന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്കിങ്സ് അങ്ങനത്തെ പ്രൊമോ പരിപാടികൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തണ്ട് വിളിച്ചിട്ട് ക്യാൻസൽ. അപ്പൊ ഞാൻ ആക്ച്വലി റെഡി ആയിട്ട് പോകാൻ നിൽക്കണം എയർപോർട്ടിലേക്ക്. അതാ തഡ് വിളിച്ചിട്ട് അപ്പൊ ഇങ്ങനെ കറണ്ട് അടുത്ത് ചോദിച്ചു ഇങ്ങനെ ക്യാൻസൽ ആണോ എന്ന് ചോദിച്ചു. അങ്ങനെ കറണ്ട് വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ വെയിറ്റ് ചെയ്യും, ഞാൻ വിളിക്കട്ടെ എല്ലാവരും എന്നിട്ട് ഞാൻ അപ്പം തന്നെ എല്ലാവർക്കും മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു ക്യാൻസൽ അല്ല, വെന്യൂ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. വെന്യൂ കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളെ ടിക്കറ്റാണ് ഇനി നോക്കണ്ടേ. കാരണം ഒറ്റ ദിവസം കൊണ്ട് ഫ്ലൈറ്റ് എടുക്കുകയും വേണം, നിങ്ങൾ എത്തിക്കുകയും വേണം, എല്ലാം ചെയ്യണം. പിന്നെ അത് ആദർശിന്റെ അടുത്ത് 2 അടിച്ചിട്ട് കിടന്നു ആയിക്കോട്ടെ. അല്ല, ആദർശ് തിരിച്ചു പോയ പണി കിട്ടിയാണ്. കാരണം ഇവര് കൊല്ലമാണല്ലോ ഇവരുടെ സ്ഥലം. അപ്പൊ ഞാൻ പറഞ്ഞില്ല മോനെ വെയിറ്റ് ചെയ്യാം, അവര് വിളിച്ച സ്ഥിതിക്ക് നമുക്കൊന്ന് നോക്കാം എന്താണെന്നുള്ളത്. അതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്തു. അതാ ഋഷി ഇതുപോലെ തൃശ്ശൂർന്ന് ട്രാവൽ ചെയ്യാണ് ഋഷി. അപ്പൊ എന്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് കൺഫേം ആണ്. ഞാൻ പറഞ്ഞു കൺഫേമാ, നീ പൊക്കോ, റെഡിയാണ്, സാധനം റെഡിയാണ്. ഞാൻ അഖിലിനോട് ചോദിക്കാൻ സാമുറായി കോഴിക്കോട് നിന്നല്ല പിന്നെ. അപ്പൊ പുള്ളി പെട്ടുപോകും ഞാൻ വിചാരിച്ചു. അവന് കോഴിക്കോട് തന്നെയാണ് നമ്മള് ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. 240 ലാൻഡ് ചെയ്യും. ഓക്കെ, 240 ലാൻഡ് ചെയ്യും. അപ്പൊ സാമുറായി വേറെ ഫ്ലൈറ്റിലാണല്ലേ? വേറെ ഫ്ലൈറ്റിനാണ്. അത് പിന്നെ കോഴിക്കോട് നിന്ന് ആയതുകൊണ്ട് പിന്നെ നമുക്ക് അത് മാറ്റേണ്ടി വന്നു. അപ്പൊ ആദർശിന്റെ അടുത്ത് തിരുവനന്തപുരം എയർപോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് വരാൻ വേണ്ടി 6 മണിക്കൂറുണ്ട് അവിടുന്ന് വരാൻ വേണ്ടി. റോഡ് എങ്ങനെയൊക്കെയോ നമ്മളുടെ ഡോക്യുമെന്ററി സർക്കാരിന്റെ ഡെവലപ്മെന്റ്സിന്റെ ഒക്കെ രീതിയിലൊക്കെ എത്തി. പ്രതികരിക്കും. ദുബായ് റോഡുകൾ കണ്ട് പഠിക്കും. അതാണ് ഇവിടുത്തെ ഡെവലപ്മെന്റുകൾ കാണൂ, അതാണ് നമുക്കും വേണ്ടത്. സത്യം. അല്ല, ഞങ്ങള് ആക്ച്വലി ഈ ഫ്ലൈറ്റിൽ ഇരുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോ ഫുള്ള് ലിറ്റ്, ഇവിടെ ഫുള്ള് ലൈറ്റ് ചെയ്ത് വെച്ചേക്കണേ. അപ്പൊ ഞാൻ ആശുപത്രി പറഞ്ഞു ഇത് വെറും മരുഭൂമിയിലാണ് ഇവർ ഈ ചെയ്യണത്, അതും പ്രോപ്പർ പ്ലാൻഡ് സിറ്റിയെ. നമ്മളോട് എല്ലാ റിസോഴ്സസ് ഉണ്ടായിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു ഓരോ സിറ്റീസണും ചിന്തിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ നമ്മുടെ നാട്. ഈ കുഞ്ഞു പിള്ളേര് തന്നെ പുറത്തുപോയി പഠിക്കണം, തോന്നാൻ ജീവിക്കണം എന്ന് വിചാരിക്കുന്നത് ഈ സത്യം അത് വളരെയധികം സത്യം. കാരണം ഇതുപോലെ ഞാനിവിടെ ദുബൈയിൽ ഒരു 15 വർഷമായി. ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ ഇവിടെ തന്നെ. ഓക്കെ. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ കണ്ട ഒരു സംഭവമാണ്, നാട്ടിൽ പഠിച്ചായിരുന്ന എല്ലാവരും പുറത്തു പോയി പഠിക്കാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുക. എല്ലാവരും കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ജർമ്മനി, കാനഡയിലും അമേരിക്കയിലും. എന്റെയും കൂട്ടുകാർ അങ്ങനെ പല സ്ഥലത്താണ്. ഇപ്പൊ നാട്ടിലുള്ള കുറെ ഫ്രണ്ട്സും UK കുറെ പേര്, ഒരാള് ജർമ്മനിയിലുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡ് ആയി കിടക്കുക. പൈസ ഉണ്ടാക്കണം വിചാരിച്ചിട്ടില്ല, സുഖം. എക്സാക്ട്ലി. അതാ ലിവിങ് കംഫർട്ടബിൾ നോക്കിയിട്ടാണ് എല്ലാവരും പോകുന്നത്. അല്ലാണ്ട് ഇപ്പൊ ബാക്കി നമ്മളെ ആൾക്കാർ പറയുന്ന പോലെ പൈസ ഉണ്ടാക്കണം ആ ഒരു അവിടെ ഏൺ ചെയ്യുന്ന എമൗണ്ട് ടാക്സ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. എക്സാക്ട്ലി. കൊടുക്കുന്ന ടാക്സിനുള്ള ബെനിഫിറ്റ് അവിടുത്തെ സിറ്റിസൺസിന് അല്ലെങ്കിൽ ചെന്നെത്തുന്ന ആൾക്ക് കിട്ടുന്നതുകൊണ്ട്. സത്യം. ഞങ്ങൾ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടിൽ നിൽക്കേണ്ടത് കൂടി കൊണ്ടാണ്. നമുക്ക് എല്ലാ രാജ്യത്തും പോവാം. കാരണം എല്ലാവരും എല്ലാ രാജ്യത്തും പോയാൽ നമുക്ക് ഇവിടെ പ്രോഗ്രാം ചെയ്യാം. ദുൽഖർ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പൊ ആളുകൊണ്ട് വൈഫുണ്ട്. കുറെ മുന്നേ ആളെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു, എന്നിട്ടാണ് ആള് പോയത്. ഇതിന്റെ ഓഡിയോ ലോഞ്ചിലാണ് ഞാൻ ആദ്യമായിട്ട് പുള്ളിനെ മീറ്റ് ചെയ്യണം. പുള്ളി ഭയങ്കര നല്ല ആളാണ്, മലയാളികളോ. ഭയങ്കര സ്വീറ്റാണ്. എങ്ങനെ മീൻസ് നമ്മളൊക്കെ വലിയ സൂപ്പർ സ്റ്റാറിനും പോകാണെങ്കിൽ നമ്മൾ അഹങ്കാരത്തിന്റെ എക്സ്ട്രീമായി പോകാം, എനിക്കറിയില്ല. ബട്ട് ഈ പുള്ളി പിന്നെ നമുക്ക് ബാങ്കിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് അല്ലേ? എക്സാക്ട്ലി. അതാ ഒരു തരത്തില് കാശിന്റെ പിന്നെ വേറൊരു കാര്യം പിന്നെ പുള്ളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇതാണ്. എന്നുവെച്ചാൽ മമ്മൂട്ടിയുടെ മോനാന്നുള്ളതിന്റെ ആ ഒരു സാധനത്തിലല്ല ആള് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള. ആളെന്താണോ ആൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് വന്നിട്ടുള്ളത്. അതാണ് മലയാളികൾ